നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വീണ്ടും ഒന്നുമല്ല, എമ്പുരാൻ സിനിമയെക്കുറിച്ച് തന്നെയാണ്. എമ്പുരാൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി എന്ന് വെച്ചാൽ എമ്പുരാൻ സിനിമ ഇറങ്ങുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി PVR ലുലു കൊച്ചിയിൽ മാരത്തോൺ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണി മുതൽ 27-ാം തീയതി 6 മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 6 മണി വരെയാണ് സിനിമ ഓടാനുള്ള പെർമിഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമയം. ഇന്ന് വരെ അങ്ങനെ ഒരു സിനിമ പ്രദർശനത്തിൽ എത്തിയിട്ടില്ല. കാരണം എമ്പുരാൻ്റെ ബുക്കിംഗ് അത്രമാത്രം കൂടിയപ്പോൾ സിനിമ കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പം ബുക്ക് മൈ ഷോയിൽ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു, ഒരു ദിവസം ഷോയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മാരത്തോൺ സിനിമ വെക്കാൻ ഇപ്പോൾ തീരുമാനം. ചരിത്ര സംഭവമാവുന്നു. കാരണം 6 മണിക്കൊക്കെ ഒരു മാളിൽ സിനിമ ഓടിക്കണമെങ്കിൽ, PVR സിനിമ വെക്കണമെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുക്കണം. അന്ന് 6 മണിക്ക് പുലർച്ചെ മുതൽ പിറ്റേ ദിവസം പുലർച്ചെ വരെ സിനിമ ഓടാനുള്ള ഒരു തീരുമാനം എത്തിയിരിക്കും. അങ്ങനെ വരുമ്പോൾ 7-8 ഷോയോളം വരുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. 4 ഷോ ഉള്ള സ്ഥലത്തും 5 ഷോകളിലും 7-8 ഷോ ലുലു മാളിൽ, അതാണ് PVRൽ വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ബുക്കിംഗ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് 24 മണിക്കൂറും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഷോ നടത്താൻ വേണ്ടി PVR തയ്യാറായിരിക്കും. ഇന്ന് വരെ ചരിത്രത്തിൽ PVRൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അത്തരമൊരു സംഭവം ഉണ്ടായേക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അത്രമാത്രം ബുക്കിംഗ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അല്പസമയം മുമ്പെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനമാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ 9 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ 9 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കുന്ന 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഫുൾ ഷോ ആയി കഴിഞ്ഞിരിക്കും. കേരളത്തിൽ ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ. ആദ്യ ഷോ മൊത്തം കേരളത്തിൽ മൊത്തം ഫാൻസാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ തിയേറ്ററിലും ഫാൻസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഷോ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഏറ്റവും കുറവ് ഷോ നടക്കുന്നത് കാസർഗോഡും ഇടുക്കിയുമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും എന്ന് വെച്ചാൽ ഫാൻ ഷോയിൽ കുറവ് എന്ന് മാത്രം. എന്നാൽ എല്ലാ സ്ക്രീനിലും ഷോ എല്ലാ തിയേറ്ററിലുമുണ്ട്. കുറവ് എന്ന് മാത്രം കണക്കാണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് PVR എന്നൊരു സ്ഥാപനം, ലുലുവിലാണ് PVR വരുന്നത്. PVR എല്ലാ മാളുകളിലുമുണ്ട്. ഇവിടെ കൊച്ചിയിലെ ലുലുവിലെ PVRലാണ് ഇങ്ങനെ ഒരു സംഭവം ചരിത്ര സംഭവമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 7 ഷോ കൃത്യമായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് ചരിത്ര സംഭവമാണ്. ഒരു മാരത്തോൺ, നമ്മൾ മാരത്തോൺ ഓട്ടമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാരത്തോണായിട്ട് തന്നെ ഒരു സിനിമ, അത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ലുലുവിലെ PVR സജ്ജമായി കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതാണ് ലാലേട്ടൻ്റെ സിനിമ എങ്ങനെ വന്നാലും തൂക്കിക്കൊണ്ട് പോകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ. അതിലൊരു മാറ്റമില്ല. അങ്ങനെ തൂക്കിയടിക്കാൻ വേണ്ടി എമ്പുരാൻ എത്തുന്നു. എമ്പുരാൻ എന്ന തമ്പുരാക്കന്മാർ സ്വീകരിക്കാൻ ജനലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ ചൈത്താൻ എന്ന് പറയുന്ന സാത്താൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ ലുലു മാളിൽ ഇപ്പോൾ സംഭവം. സാത്താൻ അവിടെയും ഇറങ്ങിച്ചെന്നിരിക്കുന്നു. ഷോ ഫുള്ള് നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് PVRൽ 24 മണിക്കൂറും സിനിമാ പ്രദർശനം, ചരിത്രത്തിൽ ആദ്യമായി എമ്പുരാൻ സിനിമയെ വരവേൽക്കാൻ PVR ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് രാവിലെ പല സ്ഥലത്തും തിയേറ്ററിൽ ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ രാഗൻ തിയേറ്റർ ഉൾപ്പെടെ കണ്ട ആ തിയേറ്ററിലേക്ക് ജനപ്രവാഹമാണ് ഇരച്ചു കയറിയത്. ആദ്യ ഷോ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി തിയേറ്ററിൽ ചെന്ന് ബുക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ബുക്ക് മൈ ഷോയിൽ പിന്നെ ആപ്പൊന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥ വന്നു. അത്രമാത്രം ബുക്കിംഗ് വന്നു. അതുവരെ സർവർ വരെ അടിച്ചു പോയെന്നാണ് പറയപ്പെടുന്നത്. ഇനി കുറച്ച് ദിവസം മാത്രം, ആ ദിവസത്തെ 27-ാം തീയതി PVRൽ മാരത്തോൺ സിനിമ 24 മണിക്കൂറും സിനിമാ പ്രദർശനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.